എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നല്ലനാടിൻ്റെ ചാക്കോയും മേരിയും 65-ാം അധ്യായത്തിലേക്ക്. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. നീലാംബരി മേരിയെ പിടിച്ച് കട്ടിലിൽ കൊണ്ടിരുത്തി. അവളുടെ എതിർപ്പൊന്നും നീലാംബരി കാര്യമാക്കിയില്ല. മേരി തിരിച്ചറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മേരി ഇത്രയും കാലം കൂടെ കൊണ്ടു നടന്ന ചാക്കോച്ചൻ ആരാണെന്ന് ഇനി മേരി അറിയണം. മേരിയുടെ ചിന്തകൾക്കപ്പുറമാണ് ചാക്കോച്ചൻ. സത്യത്തിൽ താൻ ആരാന്ന് ചാക്കോച്ചനും അറിയില്ല. അവളുടെ അരികിൽ നീലാംബരി ഇരുന്നു. ചാക്കോച്ചന്റെ അമ്മയുടെ പേര് രാജലക്ഷ്മി എന്ന. ഗൗതം മേനോൻ എന്ന കോടീശ്വരനാ ചാക്കോച്ചന്റെ അച്ഛൻ. എന്നാൽ രാജലക്ഷ്മി വിവാഹം ചെയ്തത് മറ്റൊരാളെയാ. അദ്ദേഹം മരിച്ചു. ആ ബന്ധത്തിൽ രാജലക്ഷ്മിക്ക് ഒരു മകൻ കൂടിയുണ്ട്, ആനന്ദ് എന്ന പേര്. മേരിയുടെ കയ്യിലെത്തിയ ആ കുഞ്ഞിന്റെ അച്ഛൻ ആനന്ദാണ്. മേരി വാ പിളർന്നിരുന്നു. ചാക്കോയെ പറ്റി വിശദമായി നീലാംബരി പറയാൻ തുടങ്ങി. പലവട്ടം പറഞ്ഞിട്ടാണ് മേരിക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാനായത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പേടി സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന ഭാവമായിരുന്നു മേരിയിലുണ്ടായത്. ചാക്കോച്ചനെ കണ്ടെത്തണം. ഇനിയും തെരുവിൽ കഴിയേണ്ട വിധി ചാക്കോച്ചന് വന്നുകൂടാ. സാന്ദ്ര മാഡം ചാക്കോച്ചനെ കണ്ടെത്തുന്ന സമയം വരെ അടുത്തു വന്നതാ. അപ്പോഴാ കുഞ്ഞിന്റെ കേസ് വന്നത്. എല്ലാം ദൈവനിശ്ചയമെന്നേ പറയണ്ടു. നീലാംബരി വേഗം കണ്ണു തുളച്ചു. നിനക്കു ഞാൻ തന്ന വാക്ക് തെറ്റിക്കില്ല. നിങ്ങളെ ഒന്നിപ്പിക്കും. ചാക്കോച്ചൻ എവിടെയുണ്ടെന്ന് നീ പറ. മേരി അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിന്നു. നിനക്കെന്താ, ഇനിയും എന്നെ വിശ്വാസമായില്ലേ? ഇല്ല, മേരി പതിയെ പറഞ്ഞു. നീലാംബരി എഴുന്നേറ്റു. എന്തുകൊണ്ടാ ചാക്കോച്ചൻ എന്നെ ഇഷ്ടപ്പെടാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആര്? സ്വന്തം അപ്പനും അമ്മയും ആരെന്നറിയാത്ത ഒരു അനാഥ പെണ്ണ്. എടുത്തു വളർത്തിയ ആളെ അപ്പാന്ന് വിളിച്ചു. തെരുവിൽ പിച്ചയെടുത്ത് ചേരിയിൽ ജീവിച്ചു. അറിവും പഠിപ്പുമില്ല. അതുപോലെയാണോ ചാക്കോച്ചൻ? ഗതികേട് കൊണ്ട് ഞങ്ങളുടെ കൂടെ കുറെ കാലം കഴിയേണ്ടി വന്നു. അപ്പോഴും ചാക്കോച്ചൻ സ്നേഹിച്ചത് നീലാംബരിയെയാ. പുറം കൈകൊണ്ട് നീലാംബരി രണ്ട് കണ്ണും തുളച്ചു. അതിന് നമ്മളെ രണ്ടുപേരെയും ചാക്കോച്ചൻ കണ്ടിട്ടില്ല. ചാക്കോച്ചൻ സുന്ദരനാ. എന്നെപ്പോലൊരു പെണ്ണിനെ ചാക്കോച്ചന് ചേരുമോ? ഞാൻ കറുത്തിട്ട, ഭംഗിയുമില്ല. അതുപോലാണോ മേരി? നീലാംബരി ചോദിച്ചു. മേരിയുടെ മുഖത്തെ ചലനം നീലാംബരി ശ്രദ്ധിച്ചു. നീ വെളുത്ത് സുന്ദരിയല്ലേ? എന്നേക്കാൾ ചെറുപ്പം. നല്ല ഡ്രസ്സ് ധരിച്ച് അണിഞ്ഞൊരുങ്ങി വന്നാൽ ഏതോ വലിയ വീട്ടിലെ സുന്ദരി പെണ്ണാണെന്നേ ആരും പറയൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചാക്കോച്ചന് ചേരുന്നത് നീയാണെന്ന്. നീലാംബരി ചിരിച്ചു. അത് നീലാംബരി മാത്രം പറഞ്ഞാൽ മതിയോ? ചാക്കോച്ചനും വീട്ടുകാരും ഒക്കെ സമ്മതിക്കണ്ടേ? അതിനെനിക്ക് കഴിയും. അവരുടെ കൊച്ചിനെ കട്ടെടുത്തവളാ ഞാൻ. നീ ആരാണെന്നൊക്കെ ഞാൻ സാന്ദ്ര മാഡത്തോട് പറഞ്ഞു. കുഞ്ഞിനെ അതിൻ്റെ വീട്ടുകാരെ തിരിച്ചേൽപ്പിക്കാൻ വരുമ്പോഴാ നിന്നെ പിടികൂടിയതെന്ന അവരോടൊക്കെ സാന്ദ്ര മാഡം പറഞ്ഞത്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കുഞ്ഞ് നിന്റെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ചാക്കോച്ചനും അവിടെ ഉണ്ടായിരുന്നില്ലേ? മേരി തലയാട്ടി. ഒരിക്കലും അവർ നിന്നെ കുറ്റക്കാരിയായി കാണില്ല. ചാക്കോച്ചനെ മാത്രം സ്വീകരിച്ച് അവർ നിന്നെ തള്ളിക്കളയില്ല. ചാക്കോച്ചനെ കാണിച്ചു കൊടുക്കുന്നത് ഞാനല്ല, നീയാ. മേരി ഇനിയെങ്കിലും പറ, ചാക്കോച്ചൻ എവിടെയാ ഉള്ളത്? ഞാൻ വെളുപ്പിനാ കൊച്ചിനെയും കൊണ്ട് വന്നത്. ചാക്കോച്ചനോട് നീലാംബരിയുടെ അടുത്തേക്ക് പൊയ്ക്കൊള്ളാൻ ഞാൻ പറഞ്ഞിരുന്നു. പോലീസിനെ പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ കൊച്ചുമായി അവിടെ നിന്ന് ഇറങ്ങിയത്. ചാക്കോച്ചനും നീലാംബരിയും ഒന്നിക്കട്ടെ എന്ന് കരുതിയിട്ടാ. ചാക്കോച്ചനെ നീലാംബരിയുടെ അടുത്തെത്തിക്കാൻ ഞാൻ അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി. മേരി കണ്ണു തുളച്ചു. നിങ്ങൾ എവിടെയാ താമസിച്ചത്? മട്ടാഞ്ചേരിയിൽ. അവൾ ചേരിയുടെ പേര് പറഞ്ഞു. ഞാൻ സാന്ദ്ര മാഡത്തെ വിളിച്ചു പറയാം. ആരെങ്കിലും ചെന്ന് ചാക്കോച്ചനെ കൂട്ടിക്കൊണ്ടുവരും. മേരി സമാധാനമായിരിക്കെ. നിന്റെ കൂടെ ഞാനുണ്ട് മോളെ. നീലാംബരി വേഗം പുറത്തേക്ക് പോയി. നീലാംബരി നല്ലവളാണെന്ന് മേരിക്ക് മനസ്സിലായി. വെറുതെയല്ല അവൾ ചാക്കോച്ചന്റെ മനസ്സ് കവർന്നത്. അവർ തന്നെ ഒന്നിക്കണം. ചാക്കോച്ചനെ സ്വന്തമാക്കാൻ താൻ മോഹിച്ചാൽ ആരും തന്നോട് പൊറുക്കില്ല. ചാക്കോച്ചൻ സന്തോഷത്തോടെ ഇരിക്കട്ടെ. ഒരിക്കലും കോടീശ്വരനായ ചാക്കോച്ചന് ഈ പിച്ചക്കാരി പെണ്ണ് ചേരില്ല. എല്ലാവരും തന്നെ പഴിക്കും. മേരി കണ്ണും കവിളും വീണ്ടും തുളച്ചു. ആലുവ പുഴയിലേക്ക് മിഴിനട്ട് ബാൽക്കണിയിൽ രാജലക്ഷ്മി നിന്നു. ചെയ്ത തെറ്റുകളുടെ ശിക്ഷ അനുഭവിച്ചു തീർന്നില്ലെന്ന ചിന്തയായിരുന്നു മനസ്സിൽ. പിന്നിൽ കാൽപതനം കേട്ട് മുഖം തിരിച്ചു. സാന്ദ്രയും പിന്നിൽ ആനന്ദം വരുന്നതാണ് കണ്ടത്.
രാജലക്ഷ്മിയുടെ മനസ്സ് പൊള്ളാൻ തുടങ്ങി. എല്ലാം അവൻ അറിഞ്ഞിരിക്കുന്നു. സാന്ദ്ര ആ വിവരം പറഞ്ഞ ശേഷം ആനന്ദിന് മുഖം കൊടുത്തിട്ടില്ല. അവനത് അറിഞ്ഞതായി ഭാവിച്ചതുമില്ല. രണ്ടുപേരും വന്ന് അടുത്തു നിന്നു. മമ്മി, ആനന്ദ് വിളിച്ചു. രാജലക്ഷ്മി അറിയാതെ വിതുമ്പിപ്പോയി. മമ്മി വിഷമിക്കരുത്. സംഭവിച്ചതെല്ലാം നല്ലതിനെന്നേ ഞാൻ കരുതൂ. ചാക്കോച്ചനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ സാന്ദ്ര പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്. രാജലക്ഷ്മിക്ക് മകനെ നോക്കാനുള്ള കരുത്തുണ്ടായില്ല. നാളെ ഉച്ച കഴിഞ്ഞുള്ള ഫ്ലൈറ്റിലാണ് ആനന്ദിനും മധുരിമയ്ക്കും പോകേണ്ടത്. യാത്ര ക്യാൻസൽ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ആനന്ദ്. പക്ഷേ യാത്ര വേണ്ടെന്ന് വയ്ക്കാനുള്ള കാരണം മധുരിമയോട് പറഞ്ഞിട്ടുമില്ല. കുഞ്ഞുമായി എത്രയും വേഗം ഇവിടെ വിട്ടുപോകാനാ അവൾ ധൃതി വയ്ക്കുന്നത്, സാന്ദ്ര പറഞ്ഞു. അതെന്തിനാ യാത്ര വേണ്ടെന്ന് വെച്ചത്? രാജലക്ഷ്മി ചോദിച്ചു. എൻ്റെ കൂടപ്പിറപ്പ് തെരുവിലെവിടെയോ ജീവിക്കുകയായിരുന്നില്ലേ? ചാക്കോച്ചനെ എനിക്ക് കാണണം, കുറച്ചു കാലം കൂടെ ഉണ്ടാവണം. യാത്രയൊക്കെ പിന്നീട് മതി. അതിനേക്കാൾ വലുതാ എനിക്കിത്, ആനന്ദ് മനസ്സിലെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിനിനിയും സമയമുണ്ട്. നീയും മധുവും പോയതിനു ശേഷം ചാക്കോയെ ഇങ്ങോട്ട് കൊണ്ടുവരാനാ ഞാൻ ആഗ്രഹിച്ചത്. ഒന്നും നിന്നിൽ നിന്ന് വീണ്ടും മറച്ചു വെക്കാനല്ല, മധുവിനൊരു ഷോക്കാവാതിരിക്കാൻ. മധുവും അവളുടെ ബന്ധുക്കളും എനിക്കൊരു മകനുള്ള വിവരം അറിയരുതെന്ന് തന്നെയാ ഞാൻ ആഗ്രഹിച്ചത്. രാജലക്ഷ്മിയുടെ കണ്ഠമിടറി. ഇനി അതിൻ്റെ കാര്യമില്ല മമ്മി. ചാക്കോച്ചൻ എൻ്റെ ഏട്ടനാ. അത് അംഗീകരിക്കാൻ കഴിയുന്ന ബന്ധുക്കൾ മതി എനിക്ക്. ഒരു പ്രശ്നം വന്നപ്പോൾ കൂടെ ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയതാ ഞാൻ എൻ്റെ ഭാര്യയെയും ബന്ധുക്കളെയും. ആ തിരിച്ചറിവ് എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. അരുത് മോനെ, ചാക്കോ നമുക്കൊപ്പം എന്നും ഉണ്ടാവില്ല. അവനെ അവൻ്റെ അച്ഛന് വേണം. എൻ്റെ ഒരു വിളി കാത്തിരിക്കുക ആ മനുഷ്യൻ. നീയും മധുവും നാളെ തന്നെ സ്റ്റേറ്റ്സിലേക്ക് പോകണം. നിന്നെ കാണാൻ അവൻ അവിടെ വരും. അങ്ങനൊരു സമയം ഉണ്ടാവും മോനെ. വിസമ്മതഭാവം ആനന്ദിന്റെ മുഖത്തുണ്ടായി. ആന്റിയുടെ വാക്കുകളോട് ഞാനും യോജിക്കുന്നു. ആന്റിക്കൊരു മകൻ കൂടിയുള്ള വിവരം നമ്മൾ ബന്ധുക്കളല്ലാതെ പുറത്താരും ഉടനെ അറിയണ്ടെന്നാണ് എൻ്റെയും അഭിപ്രായം. മധുവിൻ്റെ ആഗ്രഹത്തിന് ആനന്ദ് തടസ്സം നിൽക്കരുത്. മധുവിൻ്റെ ഷോക്കിനിടയിൽ ഇങ്ങനൊരു വാർത്ത കൂടി അവൾക്ക് സഹിക്കാനാവില്ല. നീ എന്തു പറഞ്ഞാലും ഞാൻ പോകില്ല. സാന്ദ്രയുടെ സെൽ റിംഗ് ചെയ്തു. അവൾ ഫോണിലേക്ക് നോക്കി. മട്ടാഞ്ചേരി SI. സാന്ദ്ര കോൾ എടുത്തു. കയ്യിൽ കിട്ടിയോ അവരെ? സാന്ദ്രയുടെ മുഖം മങ്ങുന്നത് അവൾ കണ്ടു. ശരി, നിങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കും. സാന്ദ്ര കോൾ കട്ട് ചെയ്തു. അവർ താമസിച്ചിരുന്ന വീട്ടിൽ ആരുമില്ലെന്ന് ചാക്കോച്ചനും കൂടെയുള്ള വൃദ്ധനും ബോട്ടിൽ കയറി പോകുന്നത് കണ്ടവരുണ്ട്. മേരി കടന്നു കളഞ്ഞതറിഞ്ഞ് അവരും രക്ഷപ്പെട്ടതാവും. ഛേ, അവളെ കയ്യിൽ കിട്ടിയപ്പോഴേ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചറിയേണ്ടതായിരുന്നു. ആനന്ദ് നിരാശ പ്രകടിപ്പിച്ചു. അതവൾ മറച്ചു വയ്ക്കാനാ ശ്രമിച്ചത്. നീലാംബരിക്കൊപ്പം അവളെ ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് അയച്ചത് കാര്യങ്ങൾ ചോർത്തിയെടുക്കാനല്ലേ. അതിൽ അവൾ വിജയിക്കുകയും ചെയ്തു. അവനോട് പറയാതെയല്ലേ അവൾ കുഞ്ഞുമായി ഇറങ്ങിയത്. അവൾക്ക് പോകാൻ വേറെ ഏത് സ്ഥലമാ ഉള്ളത്? ഷൊർണൂരിലെ ആ ചേരിയിലേക്ക് അവൾ പോയതാവുമെന്ന് കരുതി അവനും അങ്ങോട്ട് പോയതായിക്കൂടെ? മോൾ അങ്ങോട്ട് പോലീസിനെ അയക്ക്. രാജലക്ഷ്മി ജിജ്ഞാസ കാണിച്ചു. എങ്കിൽ വേണ്ടത് ചെയ്യ്. ചാക്കോച്ചൻ അവിടെ എത്തിയിട്ട് മറ്റൊരിടത്തേക്ക് പോകാൻ ഇടവരരുത്, ആനന്ദ് ധൃതി വെച്ചു. അതിന് സാധ്യതയില്ലടാ. മേരി പിടിക്കപ്പെടുമെന്ന് അവർക്കറിയാം. അവർ സത്യത്തിൽ മട്ടാഞ്ചേരിയിൽ നിന്ന് രക്ഷപ്പെട്ടതാ. ആ കിഴവൻ ചാക്കോച്ചനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനാ സാധ്യത. ബോധപൂർവമാണ് സാന്ദ്ര അങ്ങനെ പറഞ്ഞത്. പോലീസ് എപ്പോഴേ ആ ചേരിയിൽ എത്തിയിട്ടുണ്ടാവും. ആ പ്രതീക്ഷ വെച്ച് ആനന്ദ് യാത്ര വേണ്ടെന്ന് വെക്കരുത്. നീ യാത്ര മുടക്കുന്നത് മണ്ടത്തരാ. ചാക്കോച്ചനെ കണ്ടെത്താൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും. മമ്മി പറയുന്നത് കേൾക്ക്. നാളെ നിങ്ങൾ പുറപ്പെടണം. അതിലിനി ഒരു മാറ്റം വേണ്ട. നിങ്ങൾ എന്നെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ പോവില്ല. എനിക്കതിന് കഴിയില്ല. ആനന്ദ് നീരസപ്പെട്ട് തിരിച്ചുപോയി. സങ്കടത്തോടെ രാജലക്ഷ്മി സാന്ദ്രയെ നോക്കി കണ്ണു തുടച്ചു. നെഞ്ചിനു താഴെയായി കയറ്റിക്കെട്ടിയ മുണ്ടുമാത്രം ധരിച്ച് അസ്വസ്ഥനായി ഇത്തിക്കണ്ടം വർക്കി വിശാലമായ പൂമുഖത്ത് ഉലാത്തിക്കൊണ്ടിരുന്നു. മുറ്റത്തും പൂമുഖത്തെ കസേരകളിലുമായി 20ഓളം പേർ ഉണ്ടായിരുന്നു. ചുമർ ചാരി ഉത്കണ്ഠ നടിച്ച് സേവ്യർ കൈകൾ കെട്ടി നിന്നു. ബേബിയുടെ തിരോധാനമാണ് ഇത്തിക്കണ്ടത്ത് ശോകം പടർത്തിയത്. ബാംഗ്ലൂരിൽ നിന്ന് ബേബി എങ്ങോട്ട് പോയെന്ന് മാത്രം ആർക്കും അറിയില്ല. ഒരു ബൊലേറോ ജീപ്പ് റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള വഴിയിലൂടെ ഇറങ്ങി വന്ന് മുറ്റത്തു നിന്നു. അതിൽ നിന്ന് ബേബിയുടെ കസിൻ നേവി ഉദ്യോഗസ്ഥനായ ബെഞ്ചമിൻ ഇറങ്ങി വന്നു. എല്ലാ മുഖങ്ങളിലും ഉത്കണ്ഠ തുടിച്ചു. എന്തേലും വിവരം കിട്ടിയോ ബെന്നി? അയാൾ പൂമുഖത്തേക്ക് കയറുന്നതിനിടയിൽ
ആരോ ജിജ്ഞാസ അടക്കാനാവാതെ ചോദിച്ചു. ജോണി വിളിച്ചപ്പോ അവൻ ഫോൺ എടുത്തു. മറുവശത്ത് ഒച്ചയും ബഹളവുമല്ലാതെ സംസാരമൊന്നും വ്യക്തമായില്ല. രണ്ടാമത് വിളിച്ചപ്പോ പരിധിക്ക് പുറത്ത്, ബെഞ്ചമിൻ പറഞ്ഞു. കുഴിയിലിരിക്കുന്നവൻ ഫോൺ എടുത്തെന്ന് സേവ്യർ ഉള്ളാലെ ചിരിച്ചു. ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് രത്നഗിരിയാ, മഹാരാഷ്ട്രയിലാ അവനിപ്പോ ഉള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് നേരെ മഹാരാഷ്ട്രയ്ക്ക് പോകാൻ എന്നാ കാര്യം ബേബിച്ചനുള്ളത്? എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. എന്റെ അറിവിൽ ബേബിച്ചൻ അവിടെ പരിചയക്കാർ ആരുമില്ല. സേവ്യർ അവിശ്വസനീയത പ്രകടിപ്പിച്ചു. അവന് രാജ്പൂരിൽ ചില സുഹൃത്തുക്കളുണ്ട്. അവിടെ നിന്ന് കാർലോസ് എന്നൊരാൾ ഇവിടെ വന്നിട്ടുമുണ്ട്. ആളെപ്പറ്റി എനിക്ക് വലിയ വിവരമൊന്നുമില്ല, നെഞ്ചൊഴിഞ്ഞുകൊണ്ട് ഇത്തിക്കണ്ടം വർക്കി പറഞ്ഞു. ആരോടും ഒരു വാക്കും പറയാതെ ബേബി അങ്ങോട്ട് പോകുമോ? കസേരയിലിരുന്ന ഒരു കാർന്നോര് ചോദിച്ചു. എനിക്കൊരു പിടിയുമില്ല. അവനൊന്ന് ഫോൺ എടുത്താൽ തീരാവുന്ന ടെൻഷനേ ഉള്ളൂ. ഒന്നുറപ്പാ, എന്റെ കൊച്ചിനെ കെണിയിൽപ്പെടുത്താൻ മാത്രം ഒരുത്തനും ഈ ഭൂമുഖത്തുണ്ടായിട്ടില്ല. ഇത്തിക്കണ്ടം വർക്കി വലിയ ചാരുകസേരയിൽ ചെന്നിരുന്നു. സേവ്യർ ഉള്ളുകൊണ്ട് ചിരിച്ചു. വാഗമണിലെ പണി നടക്കുന്ന വില്ലയുടെ ഒരു മുറിയുടെ മധ്യഭാഗത്തായി സമാധിയിരുത്തിയതുപോലെ ബേബി മണ്ണിനടിയിലുണ്ട്. നിലത്തെ കോൺക്രീറ്റും കഴിഞ്ഞു. എന്നതായാലും രണ്ടുപേരെ അങ്ങോട്ട് വിടാം. ഒടുവിൽ ഒരു തീരുമാനമായി. സേവ്യർ അകത്തേക്ക് വന്നു. രാവിലെ ജിനിക്കൊപ്പം അവളുടെ കുടുംബത്തേക്ക് വന്നതായിരുന്നു. ചാക്കോയെ തിരഞ്ഞ് 4 ഗ്രൂപ്പായി ആളെ വിട്ടിട്ടുണ്ട്. കോട്ടയത്തിരുന്ന് വേണം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ. ഇതിനകം ചില ഊഹങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഷൊർണൂരിൽ ഒരു അന്ധഗായകനുണ്ടത്രേ, അതവൻ തന്നെയാവും. റൂമിലേക്ക് വന്നപ്പോ ജിനി ബാത്റൂമിലാണെന്ന് മനസ്സിലായി. ജിനിക്ക് തന്നോട് വന്ന മാറ്റം സേവ്യറിന് വല്ലാത്തൊരു ഊർജം നൽകി. ഇനി അവളെ കുത്തിത്തിരിക്കാൻ ആരുമില്ല. ബേബിയാണ് അവളെ വഴിതെറ്റിച്ചുകൊണ്ടിരുന്നത്. അവന്റെ ഇടപെടൽ തീർന്നു. ഇനി അവൾ തന്റെ വാക്കിന് വില തരും. ബാത്റൂമിൽ നിന്ന് ടവൽ ചുറ്റി ഇറങ്ങി വരുന്ന ജിനിയെ കാണാൻ അവൻ കൊതിച്ചു. സൈലന്റ് മോഡിലിരുന്ന ജിനിയുടെ സെൽ മിന്നുന്നത് സേവ്യർ കണ്ടു. അവൻ ടേബിളിനടുത്ത് ചെന്നു. അതൊരു വാട്സപ്പ് വീഡിയോ കോൾ ആയിരുന്നു. കഷണ്ടികേറി സുന്ദരനായ ഒരു ചെറുപ്പക്കാരന്റെ മുഖം സേവ്യറിൽ ഞെട്ടലുണ്ടാക്കി. അവന്റെ പേരായി അവൾ സേവ് ചെയ്തു വച്ചത് ജോമി എന്നായിരുന്നു. ഇയർഫോൺ കാതിൽ കുത്തിയിട്ട് ഫ്രണ്ട് ക്യാമറ വിരൽ കൊണ്ട് മറച്ച് സേവ്യർ കോൾ എടുത്തു. അവനെ സേവ്യർ വ്യക്തമായി കണ്ടു. ഏതോ ബിൽഡിങ്ങിന്റെ മുകളിലാണ്. ദൂരെ തലയെടുത്തു നിൽക്കുന്ന കെട്ടിടങ്ങൾ. അതൊരു ഗൾഫ് രാജ്യമാണെന്ന് സേവ്യറിന് തോന്നി. മോളെ, നിന്നെ കാണുന്നില്ലല്ലോ. ഹലോ. സേവ്യറിന്റെ ഞരമ്പുകളിലൂടെ തീയാണ് ഒഴുകിയത്. ജിനി, ഞാൻ ഈ രാത്രി ഈരാറ്റുപേട്ട എത്തും. നീ കേൾക്കുന്നുണ്ടോ? യാത്രയ്ക്കുള്ള നിന്റെ പേർപ്പസ് ഒക്കെ റെഡിയായി കഴിഞ്ഞു. ബുധനാഴ്ച വൈകിട്ട് നമ്മൾ ദുബായിൽ. ഞാൻ വരുന്നത് വീട്ടിൽ അറിയിച്ചിട്ടില്ല. സേവ്യർ നിന്ന് പച്ചയ്ക്ക് കത്തി. ഹലോ ഹലോ. കോൾ കട്ടായി. നടുക്കത്തിൽ നിന്നുണരാൻ സേവ്യർ ഏതാനും നിമിഷമെടുത്തു. ബാത്റൂമിൽ നിന്ന് ജിനിയുടെ മൂളിപ്പാട്ട് കേൾക്കാം. വീണ്ടും കോൾ വന്നപ്പോൾ സേവ്യർ കോൾ കട്ട് ചെയ്ത് ഫോൺ വച്ചിട്ട് മുറിയിൽ നിന്ന് പുറത്തു കടന്നു. പൂമുഖത്ത് ചെന്ന് ബന്ധുജനങ്ങൾക്കിടയിൽ സേവ്യർ ഇരുന്നു. അവിടെ നടക്കുന്ന ചർച്ചയൊന്നും സേവ്യർ കേട്ടില്ല. തലച്ചോർ നിന്ന് കത്തുകയാണ്. ജിനി ചതിക്കുകയായിരുന്നു. ബുധനാഴ്ച അവൾ മറ്റൊരുത്തന്റെ കൂടെ ദുബായിലേക്ക് കടക്കുന്നു. 2 ദിവസം കുടുംബത്ത് നിൽക്കാൻ അവൾ അനുവാദം വാങ്ങി വന്നതിന്റെ ഉദ്ദേശം അതായിരുന്നു. സേവ്യർ കൊന്നും കൊല്ലിച്ചും നേടിയതൊക്കെ അവൾ കൊണ്ടുപോകും. തട്ടഹസിക്കാൻ മനസ്സു വെമ്പിയെങ്കിലും സേവ്യർ അടക്കി പിടിച്ചു. എങ്ങനെയൊക്കെ പെരുമാറിയിട്ടും അവളെ സ്നേഹിച്ച താൻ വിഡ്ഢിയായി. ജിനി സേവ്യറിന് ലഹരിയായിരുന്നു. അവളെ ഓർക്കുമ്പോൾ തന്നെ സിരകളിൽ പടരുന്നത് അഗ്നിയായിരുന്നു. ഇനിയുള്ളത് കൗണ്ട് ഡൗണിന്റെ മണിക്കൂറുകൾ മാത്രം. സേവ്യറിന്റെ മനസ്സ് മുരണ്ടുകൊണ്ടിരുന്നു. ചേരിക്ക് സമാന്തരമായ ചെറിയ റോഡിലൂടെ ചാക്കോയുടെ വടിയും പിടിച്ച് മണിച്ചാമി നടന്നു. അവൾ എത്തിയിട്ടുണ്ടാവും അല്ലേ മണിയപ്പ? ഇങ്ങോട്ടല്ലാതെ അവൾ എങ്ങോട്ട് പോവാനാ? ഒരാപത്തും വരാതെ എത്തിയാ മതിയായിരുന്നു, ചാക്കോ ആത്മഗതം പോലെ പറഞ്ഞു. എവിടെ പോയി ഒളിച്ചാലും പോലീസ് പിടിക്കുമെന്ന കാര്യത്തിൽ മണിച്ചാമിക്ക് ഒരു സംശയവും തോന്നിയില്ല. ഒരു സൈക്കിൾ വേഗത്തിൽ വന്ന് അവരുടെ മുന്നിൽ നിന്നു. ചാക്കോച്ച, അത് പരുന്തിന്റെ സ്വരമാണെന്ന് ചാക്കോ തിരിച്ചറിഞ്ഞു. മേരിച്ചേച്ചി എവിടെ ചാക്കോച്ച? അവൻ അടുത്തു വന്നു. അവൾ ഇങ്ങോട്ട് വന്നില്ലേ? ചാക്കോ തിരിച്ചു ചോദിച്ചു. ഇല്ല, നിങ്ങളെ അന്വേഷിച്ച് 2 തവണ ചേരിയിൽ പോലീസുകാർ വന്നു. അവർ ഇനിയും വരും. ചാക്കോച്ചനെ അവർ ചോദിച്ചത്. ചാക്കോയുടെ കൈകാലുകൾ വിറച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചുമ്മാതെ പോലീസുകാർ ചാക്കോച്ചനെ അന്വേഷിച്ചു വരില്ല. മേരിച്ചേച്ചി എവിടെ? ചാക്കോ ഇമകൾ തെരുതെരെ അടച്ചതല്ലാതെ ശബ്ദിച്ചില്ല. നിങ്ങൾ എവിടെ ആയിരുന്നു? എന്താ ഉണ്ടായതെന്ന് ഞങ്ങൾക്കറിയില്ല.
അവൾ ഞങ്ങളോട് വഴക്കടിച്ച് രാത്രി ഇറങ്ങിപ്പോയതാ. രാവിലെയാ അവൾ പോയ വിവരം ഞങ്ങൾ അറിയണത്. അവൾ വല്ല അപകടത്തിലും പെട്ട് കാണും. മോഹൻ വാ, ഇനി ഇവിടെ നിൽക്കണ്ട. മണിച്ചാമി വടിയുമായി തിരിഞ്ഞു. പോലീസ് വന്നാൽ ഞാൻ എന്നാ പറയണം? പരുന്ത് ചോദിച്ചു. ഞങ്ങളെ കണ്ട കാര്യമൊന്നും നീ ആരോടും പറയല്ലേ മോനെ. മേരിയെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. മണിച്ചാമി തിരിച്ചു നടക്കാൻ തുടങ്ങി. കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. പരുന്ത് മുന്നിൽ കയറി നിന്നു. അത് അവൾ ഏതോ സ്ത്രീയുടെ എന്തോ മോട്ടിച്ചെന്നാ കേൾക്കുന്നത്. മേരി ചേച്ചി കള്ളം ചെയ്യില്ല. ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എനിക്കറിയില്ല മോനെ, അവൾ എങ്ങോട്ടാ പോയതെന്ന് ഒരു രൂപവുമില്ല. ചാക്കോ വാടാ. വടി പിടിച്ച് മണിച്ചാമി നടന്നു. തപ്പിത്തടഞ്ഞ് കൂടെ എത്താൻ ചാക്കോ ബുദ്ധിമുട്ടി. ഇപ്പൊ എന്തായി? അവള് നേരെ ചെന്ന് പോലീസിന്റെ വായിലോട്ട് ചാടി. അവള് നമ്മുടെ പേരും പറഞ്ഞടാ. പോലീസ് മട്ടാഞ്ചേരിയിലും എത്തിയിട്ടുണ്ടാവും. നമ്മളിനി എന്നാ ചെയ്യും? മേരി എവിടാന്ന് എങ്ങനെ അറിയാനാ? പാവം അവൾ. ചാക്കോയ്ക്ക് കരച്ചിൽ വന്നു. പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ടല്ലേ? വലിയ വീട്ടിലെ കൊച്ചിനെ വളർത്താൻ മോഹിച്ചാൽ നടക്കണ കാര്യമാണോ? അതും പോലീസ് കമ്മീഷണറുടെ ബന്ധത്തിലെ കൊച്ച്. അഹമ്മദി അല്ലേ കാണിച്ചത്? കോടതിയിൽ ഹാജരാക്കി വിസ്തരിച്ച് അവളെ ജയിലിലടയ്ക്കും. കുറെ കാലം അകത്ത് കിടക്കാം. ചാക്കോയുടെ കരച്ചിൽ കേട്ട് മണിച്ചാമി തിരിഞ്ഞു നോക്കി. എനിക്ക് അവളെ രക്ഷിക്കണം. കണ്ണും കാഴ്ചയില്ലാത്ത നീ അവളെ എങ്ങനെ രക്ഷിക്കാനാടാ? പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ അവര് നമ്മളെ ഇടിച്ച് പിഴിയും. നിനക്കും എനിക്കും അകത്ത് കിടക്കാം. അത് വേണ്ടെങ്കിൽ വേഗം വാ. ഏതെങ്കിലും നാട്ടിൽ പോയി പിച്ച എടുത്ത് ജീവിക്കാം. അവളെ രക്ഷിക്കാൻ നമ്മളെ വിചാരിച്ച നടക്കണ കാര്യമല്ല. ചാക്കോയുടെ നെഞ്ചകം നീറിപ്പുകഞ്ഞു. മേരിക്ക് ഈ വിധി സമ്മാനിച്ചത് താനാണ്. മനസ്സ് തുറന്ന് തന്നെ സ്നേഹിച്ച പെണ്ണ അവൾ. എന്തെല്ലാം പരീക്ഷണങ്ങളിൽ കൂടെ കൊണ്ടു നടന്നു. ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ആ കുഞ്ഞിൽ അവൾക്കൊരു മോഹം വന്നത്. മിന്നുകെട്ടാമെന്ന് വാക്കു പറഞ്ഞിട്ടും അവളത് വിശ്വസിച്ചില്ല. നീലാംബരി വന്നാൽ താൻ കൂടെ പോകുമെന്ന് അവൾക്ക് തോന്നി. നിന്റെ വില ഞാൻ ഇപ്പോഴാ മേരി അറിയുന്നത്. ചാക്കോച്ചന്റെ കാഴ്ച നീയായിരുന്നു. ചാക്കോ കരഞ്ഞുകൊണ്ടിരുന്നു. മോങ്ങാതടാ, നീ ഒരാണല്ലേ. എനിക്ക് സഹിക്കാൻ പറ്റണില്ല മണിയപ്പ. അവൻ അവിടെ നിന്നു. എടാ പൊട്ടക്കണ്ണ, ഏത് നിമിഷവും പോലീസ് വരും. ഒരു തെറ്റും ചെയ്യാത്ത നമ്മൾ പോലീസിന്റെ ഇടിയും കൊണ്ട് ജയിലിൽ കിടക്കണം. നടക്കടാ. മണിച്ചാമിക്ക് ദേഷ്യം വന്നു. അയാൾ വടി പിടിച്ചു വലിച്ചു. എന്നെ പോലീസ് കൊണ്ടുപോയി ഇടിച്ചു കൊന്നോട്ടെ. മേരിക്കില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട. അവൾ ആ കൊച്ചിന്റെ അമ്മയായെങ്കിൽ ഞാൻ അതിൻ്റെ അപ്പനുമായതാ. മണിച്ചാമി മിഴിച്ചു നോക്കി. മണിയപ്പ വയ്ക്കോ, ഞാൻ കുടിയിൽ ചെന്നിരുന്നോളാം. ഒരു മാരുതി ഓമ്നി പാഞ്ഞു വന്ന് അവരുടെ അരികിൽ ബ്രേക്ക് ചെയ്തു. അതിൽ നിന്ന് 2-3 പേർ ചാടി ഇറങ്ങി ചാക്കോയെ കടന്നു പിടിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് ചാക്കോയ്ക്ക് മനസ്സിലായില്ല. ആരാടാ നീയൊക്കെ? മണിച്ചാമി ഒച്ചയിട്ടു. ഓടാ കിഴവാ. പിടിവലിയിൽ ഒരാൾ മണിച്ചാമിയെ തൊഴിച്ച് ഓടയിൽ വീഴ്ത്തി. അയ്യോ, ഓടിവായോ. അയാൾ എഴുന്നേൽക്കാനാകാതെ അവിടെ കിടന്ന് നിലവിളിച്ചു. ചാക്കോ കുതറിപ്പടയാൻ ശ്രമിച്ചെങ്കിലും രക്ഷപ്പെടാനായില്ല. മണിയപ്പ. ചാക്കോ ഉച്ചത്തിൽ കരഞ്ഞു. അവർ ചാക്കോയെ പൊക്കിയെടുത്ത് മാരുതി ഒമ്നിയിൽ കയറ്റി. ഡോർ അടയുന്നതിന് മുമ്പേ വാൻ കുതിച്ചു പാഞ്ഞു. ഓടയിൽ കിടന്ന് മണിച്ചാമി നിലവിളിച്ചെങ്കിലും അയാളുടെ കരച്ചിൽ ആരും കേട്ടില്ല. നിമിഷ നേരം കൊണ്ട് ആ മാരുതി വാൻ റോഡിൽ നിന്നു മറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷാഭരിതമായി ചാക്കോയും മേരിയും അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നെല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.